1957 ആന്ധ്ര അരി കുംഭകോണം ഉണ്ടായിരുന്നു. നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. അന്നും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന അരിയുടെ പേരിലായിരുന്നു അഴിമതി. അതാണ് ആന്ധ്ര കുംഭകോണം. ഈ അരി കുംഭകോണം എന്ന പേരിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്. അന്നത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, 1.5 കൊല്ലം കൊണ്ട് 1.5 കോടി തട്ടിയ 1.5 കാലം ഭക്ഷ്യമന്ത്രി എന്ന്. ഇതാ ഇന്ന് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരി ഇറക്കുമതിയിൽ വലിയ അഴിമതിക്ക് കളമൊരുക്കുകയാണ്. അതാണ് കെ റൈസിന്റെ പേരിൽ നടന്നിട്ടുള്ളത്. അതായത് കർണാടകയിലെ ഈ ജയ അരിക്ക് സാധാരണ രീതിയിൽ അവിടുത്തെ മാർക്കറ്റിൽ 34-35 രൂപ മാത്രമേ കിലോഗ്രാമിന് വിലയുള്ളൂ. ആ അരിയാണ് 40 രൂപ 15 പൈസക്ക് ഈ മരിയൻ സ്പൈസസ് കമ്പനി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വാങ്ങി വിതരണം ചെയ്തിട്ടുള്ളത് 12 ലക്ഷം കിലോഗ്രാം അരിയാണ്. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് ഈ മാസം കേരളത്തിൽ 87 ലക്ഷം കാർഡ് ഉടമകൾക്ക് കെ റൈസ് അരി വിതരണം നടത്തുമെന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ 87 ലക്ഷം കാർഡ് ഉടമകൾക്ക് 5 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നു എങ്കിൽ ഇപ്പോൾ 12 ലക്ഷം കിലോഗ്രാം അരി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. 2,40,000 കാർഡ് ഉടമകൾക്ക് മാത്രമേ അത് വിതരണം ചെയ്യാൻ സാധിക്കൂ. ഗവൺമെന്റ് പറയുന്നത് കേരളത്തിൽ 87 ലക്ഷം കാർഡ് ഉടമകൾക്ക് 5 കിലോഗ്രാം അരി ഈ കെ റൈസിലൂടെ വിതരണം ചെയ്യുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 4,35,00,000 കിലോഗ്രാം അരി വേണ്ടി വരും ഈ ഒരു മാസം. അങ്ങനെയാണെങ്കിൽ 21,75,00,000 രൂപ ഇതുവഴി നമ്മുടെ ഖജാനാവിന് നഷ്ടം വരും.